എൻ്റെ പേര് ശോഭന എന്നാണ്. ഞാൻ റിട്ടയർഡ് ലെഫ്റ്റനൻ്റ് കേണലാണ്. 34 വർഷത്തെ രാജ്യസേവനം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ചെറിയ കൃഷിയിലും ഗാർഡൻ വർക്കിലൊക്കെ ആയിരിക്കുവാണ്. ഇവിടെ കാണുന്നവരെല്ലാവരും ഇത് വീട്ടിൽ വെക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ ചിലവൊന്നുമില്ല. നമുക്കൊരു 100-150 രൂപ മുടക്കി ഒരു കായ്ച്ച തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബഡ് തൈയാണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പഴമാണ്. ഇഷ്ടം 700 ഗ്രാം അഷ്വേർഡ് ആണ് ഇതിന്റെ വെയിറ്റ്. 700 ഗ്രാം അഷ്വേർഡ് ആണ്. 700 ഗ്രാം കായില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ പൈസ തിരിച്ചു കൊടുക്കുന്നുള്ളതാണ് നമ്മുടെ. ഇപ്പം നിങ്ങൾ സപ്പോസ് ഒരെണ്ണം വാങ്ങിക്കൊണ്ട് പോയി നിങ്ങൾ വെച്ചു പിടിച്ചു, മിനിമം 600-700 ഗ്രാമെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തരിക, നിങ്ങളുടെ കാശ് മേടിച്ചുകൊണ്ട് പോവുക. അതാണ് അതിന് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അതിന് ഹസ്ബൻഡാണ് അജയൻ ശ്രീധരൻ, ആളാണ് നമ്മുടെ ഇതിൻ്റെ ഓണർ, അബനാസ് ഗാർഡൻ്റെ ഓണറായിട്ടുള്ള ആള്. പിന്നെ നമ്മൾക്ക് കൃഷിയോടും എല്ലാ ഗാർഡൻ ഇതിനോടുള്ള ഇതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. സീഡ്ലെസ് ആണ്, ഓൾ സീസൺ ആണ്. ഇതിന്റെ സൈസ് ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ മഴയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചുമന്നേനെ, മധുരം കൂടുതലാണ്. ഒരെണ്ണമാണെങ്കിൽ പറിച്ച് നോക്കാം. ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീട്ടിൽ കേട്ടാ. ഈ ഒരു വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ആ കാണുന്ന ഒരു വീട്, അതിൻ്റെ ചുറ്റോറം ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആളിവിടെ തന്നെ ഉണ്ട്. ആൾക്കൊരു നഴ്സറി ഉണ്ട്. ഒന്ന് പരിചയപ്പെടുത്തിയില്ല? ആയിക്കോട്ടെ. എവിടെയാണ് ഇത് സ്ഥലമൊക്കെ? ഇത് നമ്മൾ ഭരണിക്കാവ്, ഇത് നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് പിന്നെ മാവേലിക്കര താലൂക്കിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ കാഞ്ഞിക്കൽ മുക്കം എന്ന് പറയും. കാഞ്ഞിക്കൽ മുക്കം എന്ന് പറയുമ്പോൾ കറ്റാനത്തു നിന്ന് ഏകദേശം മാവേലിക്കര റോഡിൽ ഏകദേശം 1 കിലോമീറ്ററോളം വരുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിട്ടാണ് ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ ഉള്ളിലോട്ട് വരുമ്പോൾ അത് മെയിൻ റോഡ് തന്നെ, അവിടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വീടിന്റെ ചുറ്റോറം ഒരുപാട് ഫ്രൂട്ടുകൾ. ഇത് നമുക്ക് ആപ്പാട് ഇതിനകത്ത് വന്നിട്ട് ഒരു 23 സെന്റ് സ്ഥലത്തിൽ ഒരു 2600 സ്ക്വയർ ഫീറ്റ് വീട്. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലങ്ങളിലെല്ലാം ഫ്രൂട്ട്സ് ആണ് നമുക്ക്. അപ്പൊ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രത്യേകതകളൊക്കെ പറഞ്ഞു? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു ഇത് ഡെയിലി എന്നും പേര പറിക്കാനുണ്ട്. ഇത് തായ്ലൻഡ് പിങ്ക് ആണ്. വീട്ടിൽ വെക്കേണ്ട ഒരു പേരാണ്. വീട്ടിൽ വെക്കേണ്ട പേരാണ്. ഇത് കണിശമായിട്ടും ഇത് കാണുന്ന ഇവിടെ കാണുന്നവരെല്ലാവരും ഇത് വീട്ടിൽ വെക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ ചിലവൊന്നുമില്ല. നമുക്കൊരു 100-150 രൂപ മുടക്കി ഒരു കായ്ച്ച തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബഡ് തൈയാണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പഴമാണ്. ഇഷ്ടം പോലെ പഴമാണ്. തൈ കിട്ടില്ലാന്ന് വിചാരിക്കണ്ട. ഒരു ബുദ്ധിമുട്ടില്ല. ഇഷ്ടം പോലെ തൈയുണ്ട്. കാപിടിച്ച തൈകൾ എടുക്കാം. നമുക്ക് കാപിടിച്ച തൈകളുണ്ട്. സീസണാണ്, എപ്പോഴും ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ഭംഗി, കാണാനുള്ള ഭംഗിയാണ്. നിറയെ നല്ല മതി സീഡ്ലെസ് ആണ്, ഓൾ സീസൺ ആണ്. ഇതിന്റെ സൈസ് ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ മഴയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചുമന്നേനെ, മധുരം കൂടുതലാണ്. ഒരെണ്ണമാണെങ്കിൽ പറിച്ച് നോക്കാം. ഒരെണ്ണം മധുരം നല്ല മധുരമായിരിക്കും. നല്ല മധുരമാണ്, എപ്പോഴും ഉണ്ടാവും. വീട്ടിൽ വെക്കേണ്ട ഒരു മരമാണിത്. കാര്യം ഭംഗിയുള്ള വീട്ടിൽ വെക്കേണ്ട ഒരു മരമായത്. കാര്യം വലിയ വളർച്ചയില്ല. ഇച്ചിരി പൊക്കം വയ്ക്കുമ്പോൾ ഞങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് അങ്ങ് ഇതായിട്ട് പിന്നെ ഒരു ലെവലിൽ അങ്ങ് നിൽക്കും. ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റ് ആണ് ഇത്. മക്കാട്ടാദേവ എന്ന് പറയും. ഇത് ഈ പഴം ഇത് ആക്ച്വലി തക്കാളി പോലെ പഴുക്കും. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയബറ്റീസ്, ഷുഗറിൻ്റെ അസുഖമുള്ള ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാ പഴുക്കുമ്പോൾ നമ്മൾ അടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ മാങ്ങ പൂളി ഉണക്കില്ലേ, ഉണക്കും പോലെ ഉണക്കിയതിന് ശേഷം നമ്മൾ നല്ല രീതി ഉണങ്ങുമ്പോൾ ഒരു 3 പീസ് മതി. ഒരു 3 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക. ആ വെള്ളം കുടിക്കുക. ഒരു 2-3 ദിവസം കൊണ്ട് നിങ്ങളുടെ ഷുഗർ ലെവൽ എത്ര ഹൈയിൽ പോയാൽ അത് താഴെ വരും. ഉറപ്പ് 100%. ഇതിപ്പോൾ ഇതും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ വരുന്നുണ്ടോ? ഇത് നമ്മൾ കൊല്ലം സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് വിറ്റിട്ട് മാത്രം കഴിയുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. ഇത് തായ് ജംബോയാണ്. മിനിമം 700 ഗ്രാം അഷ്വേർഡ് ആണ് ഇതിന്റെ വെയിറ്റ്. 700 ഗ്രാം അഷ്വേർഡ് ആണ്. 700 ഗ്രാം കായില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ പൈസ തിരിച്ചു കൊടുക്കുന്നുള്ളതാണ് നമ്മുടെ. ഇപ്പം നിങ്ങൾ സപ്പോസ് ഒരെണ്ണം വാങ്ങിക്കൊണ്ട് പോയി നിങ്ങൾ വെച്ചു പിടിച്ചു, മിനിമം 600-700 ഗ്രാമെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തരിക, നിങ്ങളുടെ കാശ് മേടിച്ചുകൊണ്ട് പോവുക. അതാണ് അതിന് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് അതിന്. പക്ഷേ ഇതിന്റെ വിലയും അതുപോലെയാണ്. ഈ ഫ്രൂട്ട്സിന്റെ ഇതിന്റെ വിലയും അതുപോലെയാണ്. ഈ തൈന് ഈ ക്വാളിറ്റിക്ക് ജംബോ, ഇത് തായ്ലൻഡ് ജംബോ എന്ന് പറയും. ഇത് അല്പം വില കൂടുതലാണ്. ഇത് നമ്മുടെ സാധാരണ ക്രിക്കറ്റ് ബാൾ സപ്പോട്ട. ഇത് സാധാ സപ്പോട്ടയാണ്. ഇതിൽ ഇഷ്ടംപോലെ കായ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേയൊക്കെ പറിച്ചെടുത്തു. പിന്നെ നമുക്ക് ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച്, അവിടെ കണ്ടവണക്കുള്ള ബുഷ് ഓറഞ്ച്. ഇത് പിന്നെ നമ്മൾ തന്നെ ഇവിടെ പിഴിഞ്ഞു കുടിക്കുന്ന പരിപാടിയായത്. കാര്യം നമ്മൾ ഞാൻ ഉച്ചയ്ക്കൊക്കെ വരുമ്പോഴത്തേന് ഒരു ഹാഫ് എടുത്താൽ മതി. ഇത് അടിപൊളിയായിട്ട് നിൽക്കും. ഒരു ഹാഫ് എടുത്താൽ മാത്രം മതി. പിന്നെ ഇത് നമ്മുടെ മലയൻ ആപ്പിള്. ഇത് മലയൻ ആപ്പിൾ. പക്ഷേ ഇതിനെ കായ്ച്ചിട്ടില്ല. ഇനി ഒരു വർഷമെങ്കിലും എടുക്കും ഇത് പൂക്കണമെങ്കിൽ. ഇത് സെയിം ആപ്പിൾ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഒരു സിംഗിൾ സീഡഡ് ആണിത്. അതിൻ്റെ പ്രത്യേകതയാണ്, ഒറ്റ കുരുവേ ഉണ്ടാവുള്ളൂ ഈ ആപ്പിളിൽ. അത് വലിയ കുരുവായിരിക്കും. നമ്മുടെ ചക്കക്കുരു പോലെ ഒരു കുരുവായിരിക്കും, ഒരു കറുത്ത കുരുവായിരിക്കും. ഒരെണ്ണേ ഉണ്ടാവുള്ളൂ.
ഭയങ്കര മധുരമാണ്. ആപ്പിളാണോ ഇതാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ഒരു പേര്. അതാണ് മലയൻ ആപ്പിളിൻ്റെ പ്രത്യേകത. പക്ഷെ ഞാനത് കഴിച്ചിട്ടുണ്ട് മലേഷ്യ വെച്ചിട്ട്. പക്ഷേ ഇവിടെയും കഴിച്ചിട്ടുണ്ടോ, ഞാൻ അവിടെ നഴ്സറിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സർവ്വസുഗന്ധി എന്ന് പറയും. സർവ്വസുഗന്ധി ഇത് നമുക്ക് ഗരം മസാല, ഇവിടെയൊക്കെ നമ്മൾ ഗരം മസാല നമ്മൾ ഈ ഇറച്ചിക്കകത്തും ബിരിയാണിക്കകത്തൊക്കെ ഈ ഇലയിട്ട് കഴിഞ്ഞാൽ ഒന്ന് പറിച്ച് നോക്കിയാൽ ഭയങ്കര മണമായത്. ഗരം മസാലയുടെ മണമാണ്, ടേസ്റ്റ്. അതാണ് ഇത് സർവ്വസുഗന്ധി എന്ന് പറയുന്നത്. ഇത് നമുക്ക് മിനിമം ഇതാണ്. ഇത് നമുക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് മീനകത്ത് അല്ല ഇറച്ചിയിൽ ബിരിയാണിക്കോ അങ്ങനെയുള്ള തീയൽ വെക്കുമ്പോഴൊക്കെ ഇടാം. ഇത് നമ്മുടെ കയ്യിൽ മിനിമം അവൈലബിൾ ആണ്. 80 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് ഇതിൻ്റെ തൈ. 80 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. കൂടുതലും നഴ്സറിയിൽ നിന്ന് കൊടുക്കുന്നതന്നെ. അതെ. എല്ലാം അവിടെ തന്നെ അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സും ഐറ്റങ്ങളുമാണ് ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് അതാണ്. പിന്നെ പ്ലാന്റ്സുകളായാലും അത് തന്നെ. പിന്നെ ഇത് ദാണ്ട് ഇവിടെ ഇതുണ്ട്, നമ്മുടെ മുള്ളാത്ത എന്ന് പറയും. മുള്ളാത്ത ദാണ്ട് ഇത് മുള്ളാത്ത. ഇതാണ് മുള്ളാത്ത എന്ന് പറയുന്ന സാധനം. ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും ഉത്തമമായ സാധനമാണിത്. ഇത് വളരെ കുറച്ചേ പിടിക്കുകയുള്ളൂ. ഇതാണ് സോർ സൂപ്പ് എന്ന് പറയും. ഇത് നമുക്ക് ഇതിന് പുളിയും കൂടെ ഉള്ളതാണ്. 100% മധുരം കിട്ടില്ല. ഒരു 70-30 ആ രീതിയിലേ കിട്ടുള്ളൂ. മധുരവും പുളിയും കൂടെ ഉള്ള സാധനമാണിത്. പിന്നെ നമുക്ക് വേറെ പറയാനുള്ളൊരു സപ്പോർട്ടയുണ്ട് ഇവിടെ. ഇത് മിലിറ്ററി സപ്പോർട്ട എന്ന് പറയും. ഇത് മിലിറ്ററി യൂണിഫോമിൻ്റെ കളറാണ്. ഇത് വേരിഗേറ്റഡ് സപ്പോർട്ട എന്ന് പറയും, മിലിറ്ററി സപ്പോർട്ട എന്നും പറയും. ഇത് ഇതിനെ സപ്പോർട്ടൊക്കെ ഉണ്ട്. ഇതാണ്ടിത്. ഇത് ഒത്തിരി വലുതാവില്ല, സപ്പോർട്ട് നോർമൽ തന്നെ. പക്ഷേ ഇത് മിലിറ്ററി സപ്പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കാര്യം മിലിറ്ററി യൂണിഫോമിന്റെ കളറല്ലേ, ഇലകൾ. അതെ ഉണ്ട്, വേരിഗേറ്റഡ് എന്നും പറയും. പിന്നെ ഇത് ജാതിയാണ്. ഇത് നോർമൽ ജാതിയാണ്, നോർമൽ നെറ്റ്വർക്ക്. കല്ലിങ്കൽ 1 അല്ല ഇത് നമ്മുടെ സാധാരണ ജാതിയാണ്. പിന്നെ ഇങ്ങോട്ട് വരാം. എന്നെ വേറൊരു ഫ്രൂട്ട് കാണിച്ചു തരാം. സാന്തോള്. ഏറ്റവും നല്ല ഒരു ഫ്രൂട്ട്, ഇന്തോനേഷ്യൻ ഫ്രൂട്ടാണ് സാന്തോള്. സാന്തോള് കോട്ടൺ ഫ്രൂട്ട് എന്നും പറയും ഇതിന്. പഴുത്തിട്ടില്ലല്ലോ? ഇല്ല, പഴുത്തിട്ടില്ല. പഴുക്കാറായി വരുന്നതേ ഉള്ളൂ. താഴെയുണ്ട്. അതുകൊണ്ട് ഇത് കോട്ടൺ ഫ്രൂട്ട് എന്ന് പറയും. പുളി അത് പഴുക്കാത്തോണ്ടാണ്. പുളി ഉണ്ടാവും, പക്ഷെ ഇത് പഴുക്കുമ്പോൾ നല്ല ഇതായിരിക്കും ഇത്. പക്ഷേ ഇത് ഇന്തോനേഷ്യൻ ആണ്. ഇത്രയുള്ള ഒരു മരമൊക്കെ ആണെങ്കിൽ നല്ല വിലയാണ്. ഇതിന്റെ തൈയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 350 തൊട്ടായിരിക്കും നമ്മുടെ ബഡ് തൈകൾ സ്റ്റാർട്ട് ആവുന്നത്. ഇത് വലിയ ഹൈറ്റ് വരില്ല. ഏകദേശം എത്ര വർഷം കൊണ്ട്? ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഒരു 1.5 വർഷമായി കാണുമായിരിക്കും. സാന്തോള്. ഇതൊക്കെ നമ്മള് ഇത് അഷ്വേർഡ് ആണ്. ഇതിന്റെ വാല്യൂ അഷ്വേർഡ് ആണ്. നമ്മൾ ഒരാൾ തന്നു കഴിഞ്ഞാൽ അഷ്വേർഡ് ആണിത്. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം ബൂത്തിലെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുക, നിങ്ങൾ കാശ് മേടിച്ചുകൊണ്ട് പോകാനാണ് നമ്മുടെ പോളിസി. അതാണ്. അത്ര ഗ്യാരണ്ടിയാണ്. അല്ല നമ്മൾ സാധനം വെക്കില്ലല്ലോ. ബ്രൈഡൽ ബൊക്ക എന്ന് പറയും. നല്ല വിലയുള്ള ഒരു പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്ക. ഇതിങ്ങനെ പൂവാണ്, നല്ല മണമുള്ള പൂവാണ്. ഓൾ സീസൺ ആണ്. വീടിന്റെ ഒരു വിധം എല്ലാ സൈഡിലും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ വേരിഗേറ്റഡ് ബാമ്പു ആണ്. പിന്നെ ഇത് പ്ലം ആണ്, അമേരിക്കൻ പ്ലം ആണ്. ഹോഗ് പ്ലം എന്ന് പറയും. ഹോഗ്, HOGPLUM, ഹോഗ് പ്ലം. ഇത് ഹോഗ് പ്ലം. ഇതാണ്, കാ പിടിച്ചിട്ടില്ല. ഇത് നമ്മുടെ സാധാ നമ്മുടെ കസ്റ്റാർഡ് ആപ്പിള്. അതിനകത്ത് കായുണ്ട്. കസ്റ്റാർഡ് ആപ്പിളിൽ കായുണ്ട്. ഇതാണ് നടക്കുന്ന കായുണ്ട്. ഇതിൻ്റെ എല്ലാം ഗ്യാരണ്ടീഡ് ആണ്, അഷ്വേർഡ് ആണ്, ക്വാളിറ്റി അഷ്വേർഡ് ആണ് ഇതിൻ്റെ എല്ലാം. നമ്മളിപ്പോൾ ഇതിൽ ഫോട്ടോയിൽ കൊടുക്കുന്നു എല്ലാത്തിൻ്റെയും ക്വാളിറ്റി അഷ്വേർഡ് ആണ്. അതിന് നോ ഡൗട്ട്. നമ്മുടെ കാലാപ്പാതി സപ്പോർട്ട് ഇത് നമ്മുടെ കടയിൽ നിന്ന്, നമ്മുടെ നഴ്സറിയിൽ നിന്ന്, അവനാസ് ഗാർഡനിൽ നിന്ന് നമ്മൾ കൊണ്ടുവച്ചാണ്. ഭയങ്കര മധുരമാണ്. കാലാപ്പാതി സപ്പോർട്ട് എന്ന് പറയും. ഇത് നമുക്ക് മിനിമം ഇതിൻ്റെ തൈ നമുക്ക് 250 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്, വിത്ത് ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്ലവർ. വിത്ത് ഫ്രൂട്ടോ അല്ലെ ഫ്ലവർ നമുക്ക് 250 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ശരിക്കൊരു വീടിൻ്റെ അകത്താണ് ഈ പച്ചപ്പൊക്കെ വെച്ചിട്ടുള്ളത്. ശരിക്ക് അടിപൊളിയാണ്. ഇവിടെ നിൽക്കാൻ തന്നെ ഒന്നും പറയാനില്ല. ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇവരെ വീടിൻ്റെ ചുറ്റോറം ഫ്രൂട്ടുകളുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അകത്താണ് ഈ കാണുന്നത്. അപ്പോൾ ഇവരോട് തന്നെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു നോക്കാം. ഇതിൻ്റെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചെടിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നതിന് നമ്മൾ ആ ഒരു രീതിയിലാണ്. ചെടിയോടുള്ള ഒരു അനുകമ്പ കൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാര്യം ഫർഗോള കൊടുത്ത് 2 ഫർഗോള. അത് ഫർഗോള ആണെങ്കിൽ തന്നെ സാധാരണ വീടുകളിലെല്ലാം സാധാരണ വീടുകളിൽ എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ അവർ ആർട്ടിഫിഷ്യൽ ഗ്രാസോ ടൈൽസോ ഇട്ടത് കവർ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ മുഴുവൻ മണ്ണാണ്. അത് പിന്നെ ഗോൾഡൻ ബാമ്പു, 2 സൈഡും ഗോൾഡൻ ബാമ്പു. പിന്നെ ഇത് കിങ് പാം. പിന്നെ അത് നമ്മുടെ സയാഗ്ര. പിന്നെ യൂജീനിയ എന്ന് പറയുന്ന ചെടി. ഇത് ഫിലാഡൻഡ്രോൺ. ഇത് നമ്മുടെ ഇത് നന്ദ്യാർ വട്ടം. ഇങ്ങനെ
ഒരു പിന്നെ മണി പ്ലാന്റ്സ് ഇങ്ങനെ എല്ലാം വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഇത് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അടിയിൽ മണ്ണാണ്, പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ ഡെയിലി വെള്ളം ഒഴിക്കുമോ? വേണ്ട, അങ്ങനെയല്ല. ഇത് ഇപ്പം മഴയാകുമ്പോൾ അടിയിൽ വെള്ളം പിടിച്ചോടും, കാര്യം ഇത് മണ്ണല്ലേ. വെയിലാകുമ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇത് നല്ല ഇതാണ്, നമ്മുടെ ബാമ്പു, ഗോൾഡൻ ബാമ്പു ആണ്. ഇച്ചിരി എക്സ്പെൻസീവ് ഉള്ള ബാമ്പു ആണ്, നമ്മുടെ കടയിലും അവൈലബിൾ ആണ് ഇത്. ഇതിങ്ങനെ മണ്ടയിലോട്ട് പോകുമ്പോൾ പിന്നെ ഞങ്ങൾ കട്ടി കൊടുക്കും. ട്രിമ്മി കൊടുത്തില്ല ഇത് മണ്ടയിൽ പോയിട്ട് ഗ്ലാസ്സിലിടിക്കും. അപ്പൊ അത്രയും നല്ല ഹൈറ്റ് വെക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇവിടെ ഇടയ്ക്ക് വന്ന് ഇതിനകത്തൊക്കെ കയറിയിരിക്കും പക്ഷികളൊക്കെ. അത് തുറന്ന് നമ്മൾ കയറി വരും അതിനകത്തോടെ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നമുക്ക് മരങ്ങോടയുണ്ട്. ഇവിടെ ചെറിയൊരു കാണാം, അതിന് വലുതായിട്ടില്ല. ഇവിടെയും അതുപോലെ തന്നെ സെയിം തന്നെ 2-3 പനിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചെറിയ അതേമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് മണ്ണ് ഓപ്പൺ ആണ്, ഇത് മണ്ണാണ്. അപ്പൊ നമ്മള് എല്ലാ വീടിനും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ മണ്ണാണ്, അല്ലെങ്കിൽ എല്ലാവരും അത് കവർ ചെയ്യും. അത് പിന്നെ അതിന്റെ മണ്ടയിലാണ് വെക്കുന്നത്. നമ്മളിപ്പോ അങ്ങനെയല്ല. പിന്നെ 3 വർഷമായിട്ടുള്ള ഒരു പനയാണ്. 3 വർഷമായിട്ട് ഒരു പനയാണ്. ഇത്ര തന്നെ വളർന്നല്ല, ഇത്ര വളർന്നു. അതിന് വളർച്ച കുറവാണ്. കാര്യം അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇച്ചിരി സൺലൈറ്റിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങോട്ട് കയറി വരാറ്. അതേസമയം അവിടെ ആവാൻ നല്ല. പിന്നെ ഇത് നമ്മളൊരു ഓപ്പൺ വീടാണ്. കാര്യം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. ഇതൊരു ജർമ്മൻ ഡിസൈനാണ്. ഇത് മോൻ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന വീടാണിത്. അടിപൊളിയാണ്. ജർമ്മൻ ഡിസൈൻ. നമ്മുടെ അടുക്കള ഇതുപോലെ ഓപ്പൺ, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആണ്. ശരിക്കും ഇതിന്റെ ഇന്റീരിയർ അടിപൊളിയായിട്ടാ. എങ്ങനെ പറഞ്ഞു കൊടുക്കുക, അതായത് അടുക്കളത്തെ ഒരു ഭാഗം വരുന്നത് ഈ ഒരു ഏരിയയിലാണെങ്കിൽ ബാക്കി ഫുൾ ഓപ്പൺ ആണ്.